നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, ആ അങ്കിളിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മോളെ. ദേവിക, നാളെ തന്നെ സർജറി നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ആന്റി വിഷമിക്കണ്ട, അങ്കിളിനെ അച്ഛൻ നോക്കിക്കോളും അല്ലേ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ട, സമാധാനമായിരിക്കെ. ഞങ്ങൾ നോക്കിക്കോളാം. വാ മോളെ, നമുക്ക് പോവാം. പോട്ടെ ആന്റി, നാളെ കാണാം. ഈ സുധി എന്ന് പറയുന്ന പേഷ്യന്റ് ആ ആക്സിഡന്റ് പറ്റിയ പേഷ്യന്റ് അല്ലേ? ആ അതെ. നീ എന്താ കല്യാണത്തിന് വരാത്തെ? ദുബായിൽ 2 ദിവസം കൂടി നിൽക്കേണ്ടി വന്നുകൊണ്ട് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. നീ വാ. ശരത്തേട്ടൻ നിത്യേ, ശരത്തേട്ട, നിത്യേ, എന്താ ഇത്? ശരത്തേട്ട, എന്നെ ഏട്ടൻ കരയണ്ട, നിന്റെ സുധിയേട്ടന് ഒന്നും സംഭവിക്കില്ല. സുധി എവിടെ? ഓപ്പറേഷൻ തിയേറ്ററിലാണോ? അല്ല, ICU-ലാ. അങ്കിള്, ഇന്ന് രാവിലെയാ ഞാൻ വന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു. സുധി സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഇനിയൊരു സർജറിയും കൂടെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞേ. ആന്റി, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സുധി സാറിന് ഏറ്റവും നല്ല ചികിത്സ തന്നെ കിട്ടും. കമ്പനി MD-യുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. എന്ത് സഹായവും ചെയ്യാൻ കമ്പനി തയ്യാറാ. സങ്കടപ്പെടണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. അല്ല, സുധി സാറിന്റെ ഭാര്യ കല്യാണത്തിന് ഇല്ലാതിരുന്നുകൊണ്ട് ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേ ഏട്ടത്തി, ചേച്ചി, ഇത് ശരത്തേട്ടൻ. കമ്പനിയിലെ സുധിയേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. സുധിയേട്ടന് ശരത്തേട്ടന് അടുത്ത കൂട്ടുകാരാ. മോൾ ഡോക്ടറെ കണ്ടോ? കണ്ടു. ഓർമ്മ തിരിച്ചു കിട്ടാൻ ചിലപ്പം 2-3 ദിവസം കൂടി എടുക്കുന്നു ഡോക്ടർ പറഞ്ഞത്.
നാളത്തെ സർജറി കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഉറപ്പ് പറയാൻ പറ്റൂന്ന്. വിഷമിക്കണ്ട, എന്ത് സഹായത്തിനും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാനിപ്പോ തന്നെ ഡോക്ടറുമായി ഒന്നുകൂടി സംസാരിക്കുന്നുണ്ട്. അവളുടെ വിഷമം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ശരത്തെ. അങ്കിള് വിഷമിക്കണ്ട, കമ്പനിയുമായി സംസാരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ദേവിക, അങ്ങനെ വിളിക്കാവല്ലോ അല്ലേ? ഞാൻ കൂടെയുണ്ട് എല്ലാത്തിനും. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വാ. ഈ കിടപ്പാണ് കിടക്കുന്നെങ്കിൽ കമ്പനിയിലെ സുധിയുടെ ജോലി മാത്രമല്ല, മിക്കവാറും അവന്റെ ഭാര്യയെ ഞാൻ തന്നെ നോക്കേണ്ടി വരും. എന്താടാ? ഇവൾ ഇത്രയ്ക്ക് സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വാ. എടുത്തി, ഞാൻ ഇപ്പൊ വരാവേ. മോളെ, ഇനിയിപ്പോ ശരത്ത് ഡോക്ടറുമായിട്ട് സംസാരിച്ചു. സുധിയുടെ വലങ്കയായിരുന്നു. നമ്മുടെ വീട്ടിലെ എന്താവശ്യത്തിനും അവൻ ഓടിയെത്തുമായിരുന്നു. മോള് വിഷമിക്കണ്ട. കരയാതെ. കരയാതെ പിന്നെ നമ്മുടെ കാര്യത്തില് ഇനി ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചാണല്ലോ. അതല്ല ശരത്തേട്ടാ, കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും കൂടി മാറി താമസിക്കാൻ വേണ്ടി ഏട്ടൻ പുതിയൊരു വീട് വാങ്ങിയ കാര്യം ശരത്തേട്ടന് അറിയില്ലേ? അറിയാം. അതിനെന്താ? ഏട്ടൻ വളരെ ബുദ്ധിമുട്ടി ലോൺ എടുത്തിട്ടാ ആ വീട് വാങ്ങിയത്. എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് പഠിപ്പ് നിർത്തി വേറെ ജോലിക്ക് പോകേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. നിന്റെ ഏട്ടന് ഒന്നും സംഭവിക്കില്ല. എനിക്കിപ്പോ വിശ്വാസം ഇല്ല. ഏട്ടന് ബോധം പോലും ഇല്ല. നീ എന്താ അങ്ങനെ പറയുന്നേ? ശരത്തേട്ടൻ ഡോക്ടർമാരോട് സംസാരിച്ചതല്ലേ, അപ്പൊ അവരെന്താ പറഞ്ഞത്? അത് പിന്നെ ഇപ്പൊ കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കല് എന്ന് കരുതി നാളെ നിന്റെ ഏട്ടൻ പഴയ നിലയ്ക്ക് വന്നുകൂടാന്നില്ലല്ലോ. കഴുത്തിന് താഴേക്ക് ഏട്ടന് ഒരു അനക്കവും ഇല്ല. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടുമില്ല. ഇനി ഒരു സർജറി കൂടെ വേണമെന്നാ ഡോക്ടർമാര് പറയുന്നത്. അതാ എന്റെ പേടി. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ 6 മാസത്തോടെ കഴിഞ്ഞാ നിന്റെ പഠിപ്പ് തീരില്ലേ? അത് കഴിഞ്ഞ് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചോളാം. സത്യമാണോ? ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? നിന്റെ എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ കല്യാണം നടക്കും. പോരെ? അത് മതി. പക്ഷെ ഇപ്പൊ പറഞ്ഞ വാക്ക് മാറ്റരുത്. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. ഏട്ടന് എന്തെങ്കിലും പറ്റിയ എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാവും. വീടിന്റെ ഉത്തരവാദിത്വം തന്നെ ചിലപ്പോ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. നീ എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ? മതി, എനിക്ക് ഈ വാക്ക് മതി. നിത്യത ഏട്ടത്തി വരുന്നു. അയ്യോ, ഏട്ടത്തി വരുമോ? ഞാൻ പോവാണേ. വീട്ടിൽ ശരത്തേട്ടാ, ഏട്ടത്തി കണ്ട ആകെ പ്രശ്നമാവും. വീട്ടിൽ നമുക്ക് പിന്നെ കാണാം. ഞാൻ അവരെ യാത്രയാക്കാൻ വന്നതാ.